എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് ചൈന ഗ്രാസോ ജെലാറ്റിനോ ഒന്നും ഉപയോഗിക്കാത്ത ഒരു അടിപൊളിയായിട്ടുള്ള ലെയർ പുഡിംഗ് ആണ് കേട്ടോ. കുട്ടികൾക്കാണെങ്കിലും നമുക്ക് മുതിർന്നവർക്കാണെങ്കിലും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളിയായിട്ടുള്ള പുഡിംഗ് ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഉറപ്പായിട്ടും ഫീഡ്ബാക്ക് അറിയിക്കുക. പിന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ടും കൂടി ചെയ്യും കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു അടിപൊളിയായിട്ടുള്ള ലെയർ പുഡിംഗ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു പുഡിംഗ് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ബട്ടർ എടുക്കുന്ന സമയത്ത് പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കുക, അൺസാൾട്ടഡ് ആയിട്ടുള്ള, അതായത് ഉപ്പില്ലാത്ത ബട്ടർ വേണം നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിൽ ബട്ടർ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഒരു ബട്ടർ നന്നായിട്ടൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. ബട്ടർ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു 1/2 കപ്പ് അളവിൽ മൈദയാണ് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് 1/2 കപ്പ് അളവിൽ ഈ ഒരു മൈദ മെൽട്ടായി ഈ ഒരു ബട്ടറിലോട്ട് നമുക്കങ്ങ് മുഴുവനായിട്ട് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ആ ഒരു മൈദയുടെ പച്ചമണൊക്കെ കറക്റ്റായിട്ട് മാറി നല്ലൊരു ഫ്ലേവർ വരണം. അതുവരെ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ബട്ടറും മൈദയും കൂടിയിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നന്നായിട്ട് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വറുത്തിട്ടെടുക്കാം. നമ്മൾ ഇട്ട് കൊടുത്തിട്ടുള്ള ആ ഒരു മൈദയുടെ പച്ചമണൊക്കെ കറക്റ്റായിട്ടൊന്ന് മാറി നല്ലൊരു വറുത്തിട്ടില്ല ഒരു റോസ്റ്റ് ആയിട്ടുള്ള കറക്റ്റ് മണം വരും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുമ്പോഴേക്കും കറക്റ്റായിട്ട് ആ ഒരു മൈദയുടെ പച്ചമണൊക്കെ നന്നായിട്ട് അങ്ങോട്ട് മാറി വന്നോളും. ഇനി നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 250 ml കപ്പിൽ കറക്റ്റ് 1.5 കപ്പ് അളവിൽ പശുവിൻ പാലാണ്. പാല് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാതെ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ആ ഒരു മൈദയുടെ കട്ടകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. അതിനുശേഷം ബാക്കിയുള്ള പാലും കൂടി നമുക്കത് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ ഇത് നമ്മൾ ഒഴിക്കുന്ന ആ ഒരു സമയം തന്നെ ഇത് കട്ട പിടിക്കാനായിട്ട് തുടങ്ങും. അപ്പോൾ ബാക്കിയുള്ള പാലും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. അപ്പോൾ കറക്റ്റ് 1.5 കപ്പ് അളവിൽ പാലാണ് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഈ ഒരു മൈദയിലെ കട്ടകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള പാലില് ആ മൈദയുടെ കട്ടകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടഞ്ഞത് നല്ല സ്മൂത്ത് ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു കൊടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു പുഡിങ്ങിന്റെ ടേസ്റ്റ് ആകെ മൊത്തം മാറും. നമ്മൾ പുഡിങ് കഴിക്കുന്ന സമയത്ത് ഈ ഒരു മൈദയുടെ കട്ടകൾ ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ അത് ആ ഒരു ടേസ്റ്റിൽ എന്താ പറയുക, ടേസ്റ്റ് ആകെ മൊത്തങ്ങൾ മാറും. അപ്പോൾ നന്നായിട്ട് ഉടച്ചു കൊടുക്കുക. ഇതുപോലൊരു സ്പാച്ചിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അങ്ങോട്ട് ഉടച്ചെടുക്കുക കേട്ടോ. പാല് നന്നായിട്ട് ചൂടായിട്ട് വരുന്ന സമയത്ത് മൈദ ഓട്ടോമാറ്റിക്കായിട്ട് അങ്ങോട്ട് ഉടയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അതിനിടയിൽ നമ്മൾ ഇതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മാത്രം മതി. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഉടഞ്ഞു കിട്ടിയിട്ടുണ്ട്, നല്ല സ്മൂത്ത് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു 4 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയാണ്. അപ്പോൾ അത് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. പഞ്ചസാര ചേർക്കുന്ന സമയത്ത് ഇത് ഇത്തിരി ഒന്ന് ലൂസ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും കേട്ടോ. അതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പിന്നെ നമുക്കൊന്ന് കുറുക്കിയെടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ആദ്യത്തെ ലെയർ മിക്സ് ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഇതാണേ പരുവം. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകരുത്. ലൂസായി പോയി കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് പുഡിങ് സെറ്റായിട്ട് കിട്ടില്ല കേട്ടോ. അപ്പോൾ കറക്റ്റ് ഈ ഒരു പരുവത്തിലെത്തുന്ന സമയത്ത് പതുക്കെ നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ വാനില എസൻസും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ വാനില എസൻസും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നമ്മൾ ഏത് പാത്രത്തിലാണോ പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ആ ഒരു പാത്രത്തിലോട്ട് ചൂടോടുകൂടി തന്നെ മാറ്റി കൊടുക്കുക കേട്ടോ. ഈ ഒരു പാത്രത്തിൽ തന്നെ വെച്ചിരുന്നാൽ ഇത് ഇവിടെ കിടന്നിട്ട് അങ്ങോട്ട് സെറ്റായി പോകും. അപ്പോൾ ചൂടോടുകൂടി തന്നെ നമുക്ക് പുഡിങ്ങിൻ്റെ പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം.
നമ്മൾ പുഡിംഗ് മിക്സ് ഇതിലോട്ട് ഒഴിക്കുന്നതിന് മുന്നേ കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഓയിലല്ലാന്നുണ്ടെങ്കിൽ ബട്ടർ ഗ്രീസ് ചെയ്ത് കൊടുത്താലും മതി. അപ്പോൾ കുറച്ച് ഓയിൽ ഞാൻ ഇതുപോലെ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുകയാണ്. ഒരുപാട് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. പുഡിങ്ങിന്റെ മിക്സ് നമുക്ക് ചൂടോട് കൂടി തന്നെ ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റി കൊടുത്തേക്കാം. ഇനി ഈ ഒരു സ്പാച്ചുല വെച്ചിട്ട് തന്നെ നമുക്കിതൊന്ന് ലെവൽ ചെയ്തിട്ട് അങ്ങ് എടുക്കാം കേട്ടോ. അപ്പം ഞാനിത് അത്യാവശ്യം ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരു അരമണിക്കൂർ പുറത്ത് വെക്കുമ്പോഴേക്കും ഇതിന്റെ ചൂടൊക്കെ മാറി ഇത് നന്നായിട്ട് അങ്ങനെ സെറ്റ് ആവാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിന്റെ സെക്കൻഡ് ലെയർ റെഡിയാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ ഇത് നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. മറ്റൊരു പാത്രത്തിൽ 250 ml കപ്പിൽ കറക്റ്റ് ഒരു 1/4 കപ്പ് അളവിൽ പാല്, പിന്നെ ഒരു 2 ടീസ്പൂൺ അളവിൽ കൊക്കോ പൗഡർ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതേപോലെ ഒരു 5 ടീസ്പൂൺ അളവിൽ പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 1.5 ടീസ്പൂൺ അളവിൽ കോൺഫ്ലോർ, അതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ മൈദയും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുത്തേക്കാം. എല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു കോൺഫ്ലോറിന്റെയും മൈദയുടെയും കൊക്കോ പൗഡറിന്റെയും കട്ടകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഉടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം കേട്ടോ. ഇതുപോലുള്ളൊരു വിസ്ക് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് മിക്സ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് അങ്ങോട്ട് മിക്സ് ആയിട്ട് കിട്ടും. ഇനി ഇത് നേരെ സ്റ്റൗവിൽ വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് നമ്മൾ നേരത്തെ കുറുക്കിയെടുത്ത പോലെ ആ ഒരു രീതിയിൽ ഒന്ന് കുറുകി വരണം. അപ്പോൾ കൈ വിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് കട്ട പിടിച്ചു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് ഇളക്കിയിട്ടെടുക്കാം. അപ്പോൾ ഈ ഒരു ചോക്ലേറ്റിന്റെ ആ ഒരു ലെയറും കറക്റ്റ് ആയിട്ട് ഇതുപോലൊന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഈ ഒരു പരുവത്തിലായി കിട്ടണം. ആ ഒരു സമയത്ത് നമുക്ക് സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവസാനമായിട്ട് ഇതിലോട്ട് ഒരു ടീസ്പൂൺ അളവിൽ ബട്ടറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ബട്ടർ ചേർക്കുന്ന സമയത്ത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ഒക്കെ ആയിരിക്കും. കാണാനായിട്ട് നല്ലൊരു ഗ്ലേസിംഗ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ബട്ടർ നമ്മൾ ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ആ ഒരു ബട്ടർ കറക്റ്റ് ആയിട്ടൊന്ന് മെൽറ്റായിട്ട് വന്നോട്ടെ. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് കണ്ടോ, നമ്മുടെ ആദ്യം ഒഴിച്ചു വെച്ചിട്ടുള്ള ആ ഒരു ലെയർ കറക്റ്റായിട്ട് അങ്ങോട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കയ്യിലൊന്നും ഒട്ടി പിടിക്കുന്നില്ല. ഈ ഒരു രീതിയിൽ ആയി കിട്ടണം. എങ്കിലേ നമ്മൾ അടുത്ത ലെയർ ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ലെയറിൻ്റെ ചൂട് കാരണം ഇതും കൂടി അങ്ങോട്ട് മെൽട്ടായി പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് സെറ്റായിട്ടുള്ള ഈ ഒരു ലെയറിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് ഇനി ഒരു ചോക്ലേറ്റിൻ്റെ ലെയർ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. നന്നായിട്ട് ഞാൻ ഈ ഒരു രീതിയിൽ ആ ഒരു ചോക്ലേറ്റിന്റെ ലെയറും ഒന്ന് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഒന്നുമില്ല കേട്ടോ. ഇനി ഇത് ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു 2 മണിക്കൂർ ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ നമ്മുടെ പുഡിങ് അടിപൊളിയായിട്ട് ഇവിടെ സെറ്റായിട്ടുണ്ട്. നമ്മുടെ കയ്യിലൊന്നും ഇതേതുപോലെ ഒട്ടുമൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല കേട്ടോ. ഒരു 2-2.5 മണിക്കൂർ എടുത്തു ഇത് നമുക്ക് സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ചൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ പൗഡർ ഇതുപോലെ ഞാൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കൊക്കോ പൗഡർ ഇടുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക, കൂടി പോവണ്ട, കുറച്ച് മാത്രം മതി. കൂടി പോയി കഴിഞ്ഞാൽ ഒരു ചവർപ്പ് ടേസ്റ്റ് വരും കേട്ടോ. അതുകൊണ്ട് കുറച്ച് മാത്രം ഇട്ട് കൊടുത്താൽ മതി. നിങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് കൊക്കോ പൗഡറിൻ്റെ ആവശ്യമില്ല. ഞാനിപ്പോൾ ഇതൊരു ഫോട്ടോയൊക്കെ എടുക്കുമ്പോൾ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്ന മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊന്ന് സ്പൂൺ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് നമ്മുടെ ആ ഒരു ലെയറുകളൊക്കെ ആണെങ്കിലും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പുഡിങ്ങാണ് കേട്ടോ. നമ്മളിതിൽ ചൈന ഗ്രാസോ ജലാറ്റിനോ ഒന്നും ചേർത്തില്ല, എങ്കിലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കി, മധുരമൊക്കെ കറക്റ്റായിട്ടാണ് ഉള്ളത്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കാം. പിന്നെ നിങ്ങൾക്ക് മധുരം നല്ലോണം പുഡിങ്ങിൽ നല്ലോണം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഇട്ടുള്ളൂ കേട്ടോ. ഇതിപ്പോൾ കറക്റ്റായിട്ടുള്ള മധുരമാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇനി ഇതിപ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട്
ജസ്റ്റ് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും കഴിക്കാം കേട്ടോ. ഇതിപ്പോൾ ചെറിയ സ്ക്വയറൊക്കെ ആയിട്ട് കട്ട് ചെയ്തിട്ട് ഒരു മറ്റൊരു പ്ലേറ്റിലിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ എപ്പോഴും പറയുന്നില്ല താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. അതേപോലെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യും കേട്ടോ. പിന്നെ ഈ ഒരു പുഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണും വരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ.